പായസം മേക്കിംഗ് എവിടെ വരെ എത്തി? പകുതിയായി. എന്നെ പ്രതീക്ഷിച്ചിങ്ങനെ ഹാഫ് വേ ആക്കി നിൽക്കുവാണ് അല്ലേ? എന്തായാലും ഞാൻ ചോദിച്ചോട്ടെ, ഇത് എന്തെങ്കിലും വ്യത്യസ്തമായ പായസമാണോ? ഇത് പഞ്ചഫല പായസം എന്നാണ്. ഇതിൽ പായസം ഫലം അതായത് 5 ഫ്രൂട്ട്സ് അല്ല, മത്തനുണ്ട്, എല്ലാം ഉണ്ട്. മത്തൻ, കുമ്പളം, ഏത്തക്ക, ക്യാരറ്റ്, ഏത്തക്ക അല്ല ഏത്തപ്പഴം, മാങ്ങ ഓഫ് സീസണിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? എറണാകുളത്തും കൂടെ. പക്ഷേ എന്താ പറയുമ്പോൾ അജ്നബി ഈ അടുത്ത കാലത്തായിട്ട് കുറച്ചൊരു ഉഴപ്പാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഒരു നാരോ എസ്കേപ്പാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ അത്ര വലിയ എക്സലൻറ്റ് പെർഫോമൻസ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ അത് വിലയിരുത്തുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഫീഡ്ബാക്സും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. എന്തുകൊണ്ട്? ഫൈനലിലോട്ട് സെമി ഫൈനൽ ഈ കടമ്പകളൊക്കെ കടക്കണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്തേ പറ്റും. സ്വാഭാവികമായിട്ട് ഇനി ഓരോ കാര്യങ്ങളും, ഇപ്പോൾ പായസമാണെങ്കിൽ ഏറ്റവും ചെറിയൊരു ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞാൽ പോലും എന്താണ് പെർഫെക്ഷൻ പ്ലസ് വെറൈറ്റീസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ടോട്ടൽ ഇൻവോൾവ്മെൻ്റ് അതിൽ വേണം. പൂർണ്ണമായ ഒരു മനസ്സോടുകൂടി വേണം ചെയ്യാൻ. ഈ അടുത്ത കാലത്തൊന്നും മനസ്സിവിടെ അല്ലായിരുന്നു തോന്നുന്നു അല്ലേ അജ്നബിയുടെ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഈ ചെറിയ പ്രായത്തിൽ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പാടാം. എനിവേ നോക്കാം നമുക്ക്. ഓക്കെ, ശരി, കണ്ടിന്യൂ. ഇതെന്ത് പായസമാണ്? ചേന പായസം. ഇത് സീത ഇപ്പോൾ എനിക്കൊന്ന് മത്തങ്ങ റൗണ്ടിലും ഒരു പായസമാണ് ഉണ്ടാക്കി. അപ്പോൾ പായസത്തിന് ഒരു ഇഷ്ടമാണ് അല്ലേ പായസം ഉണ്ടാക്കാൻ? ഇപ്പോൾ ഇന്ന് പായസം റൗണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ഹാപ്പി. ചേനയാണോ കണ്ടെത്തിയത്? മാത്രമേ ഉണ്ടായിരുന്നു. ചേന അത്ര റയറൊന്നും അല്ല ചേന പായസം. എനിക്ക് തോന്നുന്നു ഓണ സീസൺ ആകുമ്പോൾ ഒരുപാട് മത്സരങ്ങൾ പലയിടത്തും നടക്കാറുണ്ട്. പല എന്താ പറയുക, മാധ്യമങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഈ പത്ര മാധ്യമങ്ങളുണ്ടല്ലോ, പ്രിന്റ് മീഡിയ, അവരും ഒക്കെ ഇങ്ങനെ മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്, മാഗസീൻസ് സംഘടിപ്പിക്കാറുണ്ട്, പായസമേളകൾ, മത്സരം. അപ്പോഴെല്ലാം നമ്മളിങ്ങനെ കാണുന്ന കാഴ്ചയാണ് ചേന പായസം, മത്തങ്ങ പായസം, ഇങ്ങനെ വെറൈറ്റീസ് ഒരുപാടുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അത് വളരെ കോമണാണ്. എന്തുകൊണ്ട് മറ്റൊരു പായസത്തിനെ കുറിച്ച് ചിന്തിച്ചില്ല? നിങ്ങളുടെ ഊണാട്ടുകറിയിൽ ചേന കൂടുതലാണ്, ആ ഒരു കാരണം കൊണ്ടാണ് അല്ലേ? അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ? ചേന വേവിച്ചില്ല, നെയ്ക്കകത്ത് ഉപ്പേരി പോലെ വറുത്തെടുത്തിട്ടാണ്. അപ്പോൾ പീസസ് ആണോ കിടക്കുന്നത്? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? സാധാരണ അരച്ച് ചേർക്കും. ഇതങ്ങനല്ല, നെയ്ക്കകത്ത് വറുത്തെടുത്തിട്ട് അത് പീസ് കടിക്കാൻ. ഗുഡ് ഐഡിയ. ഒരു ചെറിയൊരു മാറ്റം അല്ലേ? ഇനി ബാക്കി കാര്യങ്ങളും കൂടെ അറിയണം, അതിൻ്റെ മധുരം, കൺസിസ്റ്റൻസി അല്ലേ? അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സീതാലക്ഷ്മി ഇപ്പോൾ ഏകദേശം ഒരു സെമി ഫൈനലിൻ്റെ വക്കോളം എത്തി നിൽക്കുകയാണ്. കോമ്പറ്റീഷൻ വളരെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ടെൻഷൻ ഉണ്ടോ? എത്രത്തോളം? നല്ല രീതിയിലുണ്ട്. ശരിക്കും ആഗ്രഹം അവസാനം വരെ പോകണമെന്നാണ് അല്ലേ? ഏതായാലും ഇവിടം വരെ എത്തിക്കഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമാണല്ലോ അല്ലേ? നമ്മൾ ഒരു സ്റ്റേജിന് മുന്നേ ആണെങ്കിൽ ഔട്ടായാലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ 8 വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും 7-നകത്ത് വരണം. സെമി ഫൈനലിൽ നമ്മൾ 7 മത്സരാർത്ഥികളായിരിക്കും. ഇപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളും കൂടി എലിമിനേറ്റഡ് ആകാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഫൈനൽസ് 5 പേരെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ കയറണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ആഗ്രഹം മാത്രം പോരാ, ഹാർഡ് വർക്ക് വേണം. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യാം. ശരി, കണ്ടിന്യൂ.